ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കടലക്കറിയാണ്. വെള്ളക്കടല ഉപയോഗിച്ചിട്ട് നല്ല കൊഴുത്ത ചാറോടുകൂടി നല്ല ടേസ്റ്റിൽ ഒരു കടലക്കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കടലക്കറി റെഡിയാക്കാൻ ചനാദാൽ അല്ലെങ്കിൽ വെള്ളക്കടലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ കറുത്ത കടല വെക്കുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കടലക്കറി റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി തലേ ദിവസം കടല കുതിർത്തി വെക്കണം. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 150 ഗ്രാം കടല നന്നായി കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കുക. ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ ഈ ഒരു കടല കുതിർത്തി വെച്ചാലാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ ഇത് നന്നായി കുതിർന്നതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഈ കടല നന്നായി കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കുറച്ചധികം വെളുത്തുള്ളി തന്നെ നമുക്ക് ഈ ഒരു അളവിന് ചേർത്ത് കൊടുക്കാം. 10 അല്ലിയോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. ഒരു സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറവായിരിക്കും. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫെനൽ സീഡ്സ് ആണ്, അത് നന്നായി വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കാൻ പാടില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഏകദേശം ഒരു കപ്പ് വെള്ളമൊക്കെ തന്നെ മതിയാവും. ഈ ഒരു അളവിൽ കടല എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 4 മുതൽ 6 വരെ വിസിൽ മതിയാവും ഇത് നന്നായി വെന്ത് കിട്ടാൻ. ഓരോരുത്തരുടെ പ്രഷർ കുക്കറിനനുസരിച്ച് വ്യത്യാസം വരും. വേവിച്ചെടുത്തതിന് ഒരു 1/4 കപ്പ് കടല ഞാൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 2 ഏലക്കായ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ആവശ്യമില്ല, 2 എണ്ണം തന്നെ മതിയാവും. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വീണ്ടും ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. കറിക്ക് നല്ലൊരു കളറ് കിട്ടാനും എരിവ് അധികം ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീയിലിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വെക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും ചെറിയ തീയിലിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ആ ഒരു പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ എടുക്കുമ്പോൾ അതിലുള്ള സവാളയും വെളുത്തുള്ളിയും അതുപോലെ കടലയും കടലയുടെ കൂടെയുള്ള സ്റ്റോക്കും എല്ലാം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യമില്ല, ഒരു 1/4 കപ്പ് തന്നെ മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് പോലെയുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല ഉപയോഗിക്കാം, അതുപോലെ ചിക്കൻ മസാലയും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള ഗരം മസാലയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്താലും മതിയാവും. അത് ഈസി ആയിട്ടുള്ള ഒരു ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് നല്ലോണം ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർക്കാനായിട്ട്. കടല ചേർത്തതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അതല്ല കടലയിൽ ഓൾറെഡി വെള്ളമുണ്ട് അത്രയും മതിയെന്നെങ്കിൽ അത് തന്നെ മതിയാവും. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചാറ് കുറുക്കിയെടുക്കുക. ഓൾറെഡി നമ്മൾ കടല അരച്ച പേസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു കറി നന്നായിട്ട് കുറുകിയായിരിക്കും വരിക. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെയാണ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് ചാറോടുകൂടി എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഉറപ്പായിട്ടും ഒന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് എടുത്താൽ മതി. കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേയും കൂടി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള കടലക്കറി ആയിട്ട് വരും. അപ്പോൾ നേരത്തെ ഞാനൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള പൊട്ടറ്റോ കറി ഇട്ടിട്ടുണ്ട്. ഏകദേശം അതുപോലെ ആണെങ്കിലും കുറച്ച് മസാലയൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം.
ഏകദേശം ഈ ഒരു കുറുകലിൽ വേണം പുട്ടിനൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എടുക്കാൻ. അപ്പോഴേക്കും കുറച്ച് നേരം പുറത്ത് വയ്ക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവും. ഞാനപ്പോൾ ഇവിടെ അപ്പത്തിന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഇത്രയും കുറുക്കിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ ഇൻഗ്രീഡിയൻസും മെത്തേഡ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ചെക്ക് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.